ജനനമരണ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാനുള്ള നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ. ജനനമരണ രജിസ്ട്രേഷൻ ബിൽ 2026 പാർലമെന്റിൽ മൺസൂൺ സമ്മേളനത്തിൽ പാസാക്കി. ലോക്സഭയിൽ പാസാക്കിയ ശേഷം ബിൽ രാജ്യസഭയിലും പാസാക്കി. 1969 ജനനമരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ജനനമരണ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാനുള്ള നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വന്നു. ജനനമരണ രജിസ്ട്രേഷൻ ബില്ല് 2026 പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ പാസാക്കി. ലോക്സഭയിൽ പാസാക്കിയ ശേഷം ബില്ല് രാജ്യസഭയിലും പാസാക്കി. 1969 ജനനമരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. വൈകിയുള്ള രജിസ്ട്രേഷനുള്ള നിയമങ്ങൾ കർശനമാക്കുക, വ്യാജ തിരിച്ചറിയൽ കാർഡുകളുടെ നിർമ്മാണം തടയുക എന്നിവയാണ് പ്രധാന ലക്ഷ്യമെന്നാണ് നിയമങ്ങളിലെ മാറ്റത്തെക്കുറിച്ച് സർക്കാർ പറയുന്നത്. ഒരാളുടെ ജനനമോ മരണമോ കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള നിയമങ്ങൾ മാറിയിട്ടുണ്ട്. ജനനമോ മരണമോ സംബന്ധിച്ച വിവരങ്ങൾ 1 വർഷത്തിന് ശേഷം 2 വർഷത്തിനുള്ളിൽ നൽകിയാൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെയോ SDMന്റെയോ അവർ അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയോ അനുമതിയും അന്വേഷണവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ രജിസ്ട്രേഷൻ സാധ്യമാകൂ. ജനനവും മരണവും നടന്ന് 2 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ രജിസ്ട്രേഷൻ സാധ്യമാകൂ. അതായത് 2 വർഷത്തിൽ കൂടുതൽ കാലതാമസം ഉണ്ടായാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിൽ നിന്ന് വിഷയം പുറത്തുപോവുകയും കോടതി വഴി നേരിട്ട് പരിശോധിക്കുകയും ചെയ്യും. കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാത്തവരുടെയും വർഷങ്ങൾക്ക് ശേഷം വ്യാജ രേഖകൾ ഉപയോഗിച്ച് തിരിച്ചറിയൽ കാർഡുകൾ നേടുന്നതിന്റെയും കേസുകൾ തടയുന്നതിനാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയതെന്ന് സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. പല കേസുകളിലും തെറ്റായ പേരോ പ്രായമോ കാണിച്ച് വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സർക്കാർ ക്ഷേമ പദ്ധതികളിലും പൌരന്മാരെ തിരിച്ചറിയുന്നതിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മരണനിരക്കിന്റെ ശരിയായ രേഖയില്ലാത്തതിനാൽ വോട്ടർ പട്ടികയിൽ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് വ്യാജ വോട്ടിംഗിന്റെ സാധ്യത സൃഷ്ടിച്ചു. രാജ്യത്തുടനീളം നിലവിൽ ഏകദേശം 3.5 ലക്ഷം രജിസ്ട്രേഷൻ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും ഓരോ പൌരന്റെയും കൃത്യവും സുതാര്യവുമായ രേഖകൾ സൂക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.